ഹലോ ഗേസ്, അപ്പോൾ നമ്മൾ ഇന്ന് എത്തിയിട്ടുള്ളത് കൊടികുത്തിമലയിലാട്ടോ. ഇക്കോ ടൂറിസം. നമ്മൾ പെരിന്തൽമണ്ണ തന്നെയാണ്. അപ്പോൾ അവിടുന്ന് കയറുന്നതിന് മുമ്പാണ് നമുക്ക് ഈ ഗ്ലാസ് ബ്രിഡ്ജും കാര്യങ്ങളൊക്കെ വരുന്നത്. അപ്പോൾ അതിപ്പോൾ ഏകദേശം ഓപ്പൺ ആവാനായിരുന്നു. അത് ഉള്ളിലേക്ക് കയറ്റില്ല, അവർ വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മളിപ്പോൾ നേരെ നമുക്ക് കൊടികുത്തിമല പോയി കാണാം അല്ലേ. ബാക്കിൽ കാണുന്നുണ്ട്. ഇതാണ് ഇവിടുത്തെ ഗ്ലാസ് ബ്രിഡ്ജ്. വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഏതാനും മാസങ്ങൾക്ക് ശേഷം ഓപ്പൺ ആവും. അപ്പോൾ ഇത് കൊടികുത്തിമല എത്തുന്നതിന് മുമ്പാണ്, കുറച്ച് താഴെ ആയിട്ടാണ് കേട്ടോ. ഇത് കൊടികുത്തിമലേൻ്റെ മോൾ ഭാഗമാണ് കേട്ടോ. താഴെയുള്ള ഭാഗങ്ങളാണ് കാണുന്നത് കേട്ടോ. ഇവിടെ ഇതാണ് ഗ്ലാസ് ബ്രിഡ്ജിൻ്റെ വർക്കിൻ്റെതാണത്. നമുക്ക് അതിൻ്റെ ഉള്ളിൽ കയറിയിട്ട് വീഡിയോ എടുക്കാൻ കഴിയില്ല. പണി കഴിഞ്ഞിട്ട് നമുക്ക് വരണം. പണി കഴിഞ്ഞിട്ട് വരാം. എന്നിട്ട് നമുക്കത് വീഡിയോയിൽ കാണിക്കാം. അങ്ങോട്ട് കടത്തി വിടണില്ല. കൊടികുത്തിമല മോൾ ഭാഗം. നല്ല വെള്ളമുണ്ട്. താഴെ വെള്ളച്ചാട്ടമുണ്ട്. നമുക്ക് അപ്പുറത്ത് പോയാൽ കിട്ടും. ഇതൊക്കെ മലഭാഗം. മല കൊടികുത്തിമലേൻ്റെ ഓരോ ഭാഗങ്ങളാണത്. സൂര്യകാന്തി പൂ. അപ്പോൾ ഞങ്ങൾ എത്തി ഗൈസ്. ഇവനല്ലേ ഇത്? വരുമ്പോൾ തിന്നാ മതി. വരുമ്പോൾ തിന്നാ പോരെ? വരുമ്പോൾ കഴിച്ചാൽ പോരെ? എന്നാ വേണ്ട എടുത്തോ. ഇവിടെ കൊടികുത്തിമലയിലുള്ള കടയാണത്. ഉപ്പിൽ സുർക്കയിലിട്ട മാങ്ങ, പൈനാപ്പിള്. ആപ്പിളൊന്നും ഇല്ല എനക്ക്. എടുക്കണ്ടേ? എടുക്ക സാജിത. പൈനാപ്പിളോ? മുട്ടായി എടുക്കണേ? ഇതിന് എത്രയും മുട്ടായിക്ക് എത്ര മഞ്ഞ? ഉപ്പിലിട്ടോളി. അതല്ല, ഇവിടെ മലേന്റെ മുകളിൽ വന്ന് ഏതെടുത്തോ? മാങ്ങ എത്ര? 10? എടുത്തോ. അനക്ക് മണിക്ക് എടുത്തു വന്നോ? അതല്ലേ വെള്ളം കാണിച്ചെന്നാ? തൊള്ളത്തെ വെള്ളം, വായിലെ വെള്ളം കാണിച്ച. അച്ഛനും വേണ്ടല്ലോ, നമുക്ക് വേണ്ടല്ലോ. മറ്റേ പാണ്ടിപ്പടയില് മറ്റേ ദിലീപ് ഇരിക്കുന്നവരെ ഇപ്പൊ ഇതിങ്ങനെ ഇങ്ങനെ ആക്കുക, എന്നിട്ട് ഇങ്ങനെ ഇങ്ങനെ കഴിക്കുക. എനിക്ക് വേണ്ടത്ര ഒന്നും. എനിക്കും വേണ്ട അങ്ങനത്തെ ഒരു നടുക്കഷ്ണം വേണം. സൈഡ് തന്നെ ഇന്ന് കിട്ടുവോ? അടുത്താ പൈനാപ്പിളാ? അണക്ക് പൈനാപ്പിളാ? ഇതാ മസാല അവിടെ. ഞങ്ങൾ കോട്ടക്കുന്നിക്ക് പോകുമ്പോഴാണ് ഈ പരിപാടി. അവിടെ ചെന്നാൽ പിന്നെ അത് വളർച്ച തിന്നിട്ട് പോകുള്ളൂ. ഓനക്ക് എന്താ വേണ്ടിച്ചെടുത്തത്? എന്താ ചോദിച്ചോക്കാ? പൈനാപ്പിളോ? എന്താ വേണ്ട? പൈനാപ്പിളാ? നമുക്കൊരു പൈനാപ്പിൾ എടുത്തെടുത്താ. ഇങ്ങനെ മുക്ക മസാലയിൽ. മഴയും പെയ്തു. எப்படி இருக்கு?
ഇക്കോ ടൂറിസം കൊടികുത്തിമല. ഇതാണ് കേട്ടോ മെയിൻ കവാടം. ഇക്കോ ടൂറിസത്തിന് മെയിൻ കവാടമാണത്. 5 മണി വരെ ഇവിടെ പ്രവേശനമുള്ളൂ. മുകളിൽ പുലിയും പാമ്പും നിൽക്കുന്നുണ്ട്. മുകളിൽ മൂങ്ങ, അപ്പുറത്ത് പരുന്ത്. അഞ്ച് മണി വരെ പ്രവേശനമുള്ളൂ കേട്ടോ ഇവിടെ. ഇതോട്ടോ ഇവിടുത്തെ വെള്ളച്ചാട്ടമാണ്. നമുക്ക് കാണാൻ പറ്റില്ല, അപ്പുറത്തെ ഒരു ഭാഗം കാണാം. താഴത്ത് വെള്ളം വന്നിട്ട് ഒരു കുളം പോലെ ആയിരുന്നു ഇവിടെ. ആൾക്കാർ കുളിക്കലൊക്കെ ഉണ്ടായിരുന്നു ഇവിടെ. ഇപ്പോൾ അനുവദിക്കാൻ അറിയില്ല. ഇപ്പോൾ നമ്മളങ്ങനെ കൊടികുത്തിമല എത്തി. നമ്മളോട് കയറാൻ പോവുകയാണ്. ഒരാൾക്ക് 40 രൂപയാണ് ചാർജ്, ഒരാൾക്ക് 40 റുപ്യ. പിന്നെ കാര്യങ്ങൾ നടക്കണ്ടേ. കയറിക്കൂടി. ഇക്കോ ടൂറിസം. ആ പോട്ടെ പോട്ടെ. അപ്പോൾ നമുക്ക് ഉള്ളിൽ പോയേക്കാം. ഏറ്റവും ടോപ്പിൽ നമ്മൾ എത്തുമെന്ന് അറിയില്ല, പോയോക്കാം. അപ്പോൾ നമ്മൾ കൊടികുത്തിമല എത്തിക്കണതാ. ബേക്കിലാണ് കവാടം. അപ്പോൾ നമുക്ക് ടിക്കറ്റ് എടുത്തിട്ട് പുളിയച്ചാറ്, പണ്ട് കാലത്തെ പുളിയച്ചാറ്. ഇവിടെ ഒരാൾക്ക് ടിക്കറ്റിന് 40 രൂപയാണ് ചാർജ് കേട്ടോ. ആദ്യമൊക്കെ നമ്മൾ വെറുതെ കയറിയിരുന്നു അല്ലേ, ഫ്രീ ആയിട്ട് കയറിയിരുന്നു. അന്ന് ഇക്കോ ടൂറിസം കാര്യങ്ങളൊന്നും ആയിട്ടില്ല. ഇപ്പോൾ ടിക്കറ്റ് ചാർജ് ഉണ്ട്. വൈകിട്ട് രാവിലെ 8 to 5 മണി വരെയാണ് പ്രവേശനം. തിങ്കളാഴ്ച അവധിയാണ്. തിങ്കളാഴ്ച അവധി ഇവിടെ എഴുതി വെച്ചു. തിങ്കളാഴ്ച എന്താ അറിയില്ല. ഞായറാഴ്ച ഉണ്ട്, തിങ്കളാഴ്ച അവധി. ഇപ്പോൾ ഇവിടെ പെരിന്തൽമണ്ണയിലെ ഏറ്റവും നല്ല ടൂറിസ്റ്റ് പ്ലേസ് ആണ്. ഇവിടെ ഹോം സ്റ്റേയും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ഇവിടെ ഇവിടെ ഒരുപാട് ആൾക്കാർ വന്ന് റൂമൊക്കെ എടുക്കലുണ്ട്. ഇവിടെ പുലർച്ചെ രാവിലത്തെ മലയമുള്ള കോടും കാര്യങ്ങളും നല്ല തണുപ്പും അതൊക്കെ കാണാനും അറിയാനാണ് ഒരുപാട് ആൾക്കാർ വരാറുണ്ട് ഇവിടെ. അപ്പോൾ നമുക്ക് എന്തായാലും ഉള്ളിലേക്ക് ഒന്ന് കയറി നോക്കാം. ടിക്കറ്റ് എടുത്തൊന്ന് പോയി നോക്കാം. ഫോട്ടോഷൂട്ട്. ഇപ്പോൾ ഗൈസ് നമ്മൾക്ക് കയറി ഇറങ്ങി വന്നു കേട്ടോ. നമ്മളിവിടുന്ന് ടിക്കറ്റ് എടുത്ത് കയറിയൊക്കെ തന്നെ മഴ ചാറൽ തുടങ്ങി. അപ്പം നമുക്ക് വീഡിയോ എടുക്കാൻ പറ്റിയിട്ടില്ല. അപ്പോൾ ഇനി മറ്റൊരു ദിവസം നമുക്ക് വന്നിട്ട് ഫുള്ള് വീഡിയോ കവർ ചെയ്യാൻ നോക്കാം. ഇപ്പോൾ മഴ ചാറിയ കാരണം എടുക്കാൻ പറ്റിയിട്ടില്ല. സ്ഥലമല്ല, ആകെയുള്ള സ്ഥലം ഇവിടെ ഉള്ളൂ. മഴ ഇല്ലാത്ത ദിവസങ്ങളിൽ വരണം. മഴ ഇല്ലാത്ത ദിവസം വന്നാൽ നമുക്ക് ടിക്കറ്റിനൊക്കെ ചാർജ് കൂട്ടില്ല. നോക്കാം. 40 എന്നുള്ള 50 ആയിരുന്നു. കുട്ടികൾക്ക് 25 രൂപ കൊടുക്കണം. പിന്നെ ക്യാമറ ഇതൊക്കെ ഉണ്ടെങ്കിൽ 300 രൂപ ചാർജാണ്. മൊബൈൽ ഫോണിന് ചാർജില്ല. മൊബൈൽ ഫോണിന് ചാർജൊന്നുമില്ല. ഞങ്ങൾ വീഡിയോ ഒക്കെ എടുക്കാൻ വെച്ച് വന്നു തന്നെയാണ്. പക്ഷേ മഴ കാരണം നടന്നില്ല. വെയിലും മഴയാണ്. കുറുക്കന്റെ കല്യാണം ഉണ്ട് തോന്നുന്നു. പിന്നെ ഇതിന് ടോപ്പിൽ കയറുന്നുണ്ടെങ്കിൽ ഒരു ദിവസത്തെ പണിയാണ്. കാരണം ഒരു 2-3 വളവെത്തുമ്പത്തിൽ ഞങ്ങൾക്ക് ആകെ കതച്ചു. ഞങ്ങൾ തന്നെ ടോപ്പിക്ക് എത്തിയിട്ടില്ല കേട്ടോ. ഇതിന്റെ ഇവിടെ വരികയാണെന്നുണ്ടെങ്കിൽ ഇതിന്റെ ടോപ്പിൽ പോയി കയറിയിട്ട് അവിടെ ബിൽഡിംഗ് ഉണ്ട്, അതിന്റെ മുകളിൽ കയറിയിട്ട് മൊത്തത്തിൽ കാണാം. അതാണ് രസം. അതിനാണ് എല്ലാവരും വരുന്നത്. വ്യൂ പോയിന്റ് ആണ്. പെരിന്തൽമണ്ണ മൊത്തം നമുക്ക് കാണാം. ഇതൊക്കെ നമ്മളിവിടുത്തെ കൊടികുത്തിമലയുടെ അടുത്തുള്ള ഇതാട്ടോ കടകളാണ്. ഇവിടെ ഉപ്പിലിട്ട മാങ്ങ, അങ്ങനത്തെ ഐറ്റംസ്, വെള്ളം, മുട്ടായികൾ അങ്ങനെയൊക്കെ ഉണ്ട്. വണ്ടി പാർക്ക് ചെയ്യുന്നത്. അപ്പോൾ കുറച്ച് തിരക്ക്. നമ്മളെ മലേൻ്റെ മുകളിലുള്ള കാഴ്ച കേട്ടത്. താഴത്തുണ്ട്, നല്ല വ്യൂ ആണ്. അപ്പോൾ ഇതിലും വ്യൂ ആണ് നമുക്ക് ഏറ്റവും ടോപ്പിൽ പോയാൽ കിട്ടുക കേട്ടോ. നമുക്ക് മഴ കാരണേ വീഡിയോ എടുക്കാൻ പറ്റിയില്ല. അപ്പോൾ താഴത്ത് വന്നിട്ടാണ് പിന്നെ ബാക്കി എടുക്കുന്നത് കേട്ടോ. ഇതാണ് ഇക്കോ ടൂറിസത്തിൻ്റെ മെയിൻ കവാടം. ഇവിടെ പ്ലാസ്റ്റിക് കാര്യങ്ങളൊക്കെ ഒന്നും ഉള്ളിൽ കയറാൻ പാടില്ല. അതൊക്കെ ഇവിടെ വാങ്ങി വെക്കുക അവർ. അതിന് പ്ലാസ്റ്റിക്കും കാര്യങ്ങളൊന്നും മുകളിൽ കൊണ്ടുപോകാൻ പാടില്ല കേട്ടോ. പ്ലാസ്റ്റിക് നിരോധിത മേഖലയാണ്. അതൊരു കാര്യം ഉണ്ടായത് മുട്ടായി വാങ്ങല. അതെടുത്താ പിന്നെ കടിച്ചാ പൊട്ടാ സാധനം. കട്ടമുട്ടായി കടിച്ചാ പൊട്ടാത്ത വേറെ കടിച്ചാപ്പറിച്ചി ഉണ്ട് ഇവിടെ.
കടിച്ചാ പറിച്ച് പഴയ ഉഷാറൊന്നും ഇല്ല ഇപ്പൊ. ഇപ്പൊ കടിച്ചാ പറിച്ച് പഴയ ടേസ്റ്റ് ഒന്നും ഇല്ല കേട്ടോ. ഒരു സുഖമില്ല. അപ്പൊ ഇതന്നെ ഇപ്പൊ വലിയ കടയിൽ എടുക്കണ്ട്. പഴയ ടേസ്റ്റ് ഉണ്ടാവുന്നൊന്നും പറയാൻ പറ്റില്ല. സുഖമില്ല. ഓൾക്ക് ചിലവർക്ക് പറ്റും, ചിലവർക്ക് പറ്റൂല. എല്ലാത്തിനും കണക്കെടുക്കിട്ടാ. സ്വച്ഛ പൈസ കൊടുക്കട്ടെ ഇതിന്റെ ഒക്കെ. ഉണ്ടോ? ആയിക്കോട്ടെ ആയിക്കോട്ടെ ആയിക്കോട്ടെ. 50 അല്ലേ, പിന്നെ 100 തരണോ? ഓന് പലതും പറയാം. 1000 ചിലപ്പോ പറയും, ചിലപ്പോ 2000 പറയും. പണ്ടത്തെ ഒരുപാട് മുട്ടായി ഉണ്ടാവും. എൻ്റെ അടുത്ത് പൈസ അല്ല. പമ്പരം വാങ്ങിയ ഇതിൻ്റെ മേലുള്ള റിസോർട്ട് ആർക്കും വരാം, എപ്പോഴും വരാം. ഇത് കൊടുകുത്തിമലേൻ്റെ മലകളാട്ടോ. ഈ ഭാഗമൊക്കെ ഇവിടെയൊക്കെ ഒരുപാട് വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇതൊക്കെ കൊടുകുത്തിമലേൻ്റെ ഓരോ ഭാഗങ്ങളാണ് കേട്ടോ. അതൊക്കെ ഇത് മലേൻ്റെ മുകളിൽ നിന്നിട്ടുള്ള താഴത്തെ വ്യൂസാണ് കേട്ടോ. നമ്മളെ പെരിന്തമണ്ണ അല്ല, അതിൻ്റെ അപ്പുറം ഇവിടെ നിന്നാൽ കാണാം നമുക്ക്. ഇതാണ് കൊടികുത്തിമലേൻ്റെ മേലെ വന്ന പുതിയ പാർക്ക് കേട്ടോ. ഓപ്പൺ അല്ല എന്നാണ് തോന്നുന്നത്. കൊടികുത്തിമലയിലുള്ള പുതിയ പാർക്കാണ് കേട്ടോ. 3 മണി മുതൽ സ്റ്റാർട്ടിങ് ഒന്നുണ്ട്. ഇപ്പോൾ ഓപ്പൺ ആയിട്ടുണ്ട്. യന്ത്രൂഞ്ഞാലും ഇതൊക്കെ കുട്ടികൾക്കുള്ളത്. കുറച്ച് എന്തൊക്കെ ബിൽഡിങ്ങും കാര്യങ്ങളൊക്കെ കൊണ്ടുവന്നിട്ട് എന്താണെന്നറിയില്ല. താഴെ കണ്ടിട്ട് താഴെ നല്ല വ്യൂസാണ്. വ്യൂ ഉണ്ട്, വ്യൂ മൊത്തം കാണാം. നമ്മളെ പെരിന്തമണ്ണ മൊത്തം കാണാൻ പറ്റും കേട്ടോ. താഴെ ഉണ്ട് കുട്ടികൾക്ക് കളിക്കാനുള്ള പാർക്കും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഞങ്ങൾ വരുമ്പോൾ ഓപ്പൺ ആയിരുന്നില്ല, ഇപ്പോൾ ഓപ്പണാണ്. യന്ത്രൂഞ്ഞാലുണ്ട്. കൊടികുത്തിമലയ്ക്ക് ആവശ്യമില്ലാത്ത എന്താ രസം കേട്ടോ. കയറിനില്ലേ? കുട്ടികളായിട്ട് വന്നിട്ട് കയറാം നമുക്ക്. കുട്ടികളില്ലല്ലോ. നല്ല രസമുണ്ട്.